ആളല്ലേ വാ വാ ചേട്ടാ സുഖല്ലേ? ഒരു ജലദോഷമുണ്ടോ? പൊടിയുടെയാണല്ലേ? എന്തായി ചേട്ടൻ്റെ സിനിമ? സ്ക്രിപ്റ്റ് ഒക്കെ ലോക്ക്ഡാണ്. ഇനി ഗോപാൽ സാർ ദുബായിൽ നിന്ന് വരണം, ഫിനാൻസ് ഒക്കെ ഒന്ന് സംസാരിക്കണം. പിന്നെ അരുണിനെ ഒന്ന് കാണണം, അയാളുടെ ഡേറ്റ് കിട്ടണമല്ലോ. അയാളാണെങ്കിൽ ഓരോ സിനിമ കഴിയുമ്പോഴത്തേക്കും മല കയറാൻ പോകും. മലയൊക്കെ കയറി ഇറങ്ങി വരട്ടെ. ഞാൻ ചെയ്യട്ടെ? എന്ത്? രണ്ടും, ആക്ടിങ്ങും പ്രൊഡക്ഷനും. അത് വേണ്ട ഡേവിഡ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആക്ടർ പ്രൊഡ്യൂസർ ആകുമ്പോഴത്തേക്കുള്ള ഒരു ഇൻ്റർഫിയറൻസ്. രണ്ടാമത്തെ കാര്യം, ഈ ക്യാരക്ടർ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരാൾ, ഒരു സാധാരണക്കാരൻ, ഇത്രയും സുന്ദരനല്ല. പിന്നെ ഡേവിഡിനെ ഒരു സാധാരണക്കാരനാക്കി എടുക്കാൻ വലിയ പാടാ. ഡേവിഡായി ഞാൻ ഈ സീൻ പെട്ടെന്നൊന്ന് ബ്രീഫ് ചെയ്യാം. ഡേവിഡിൻ്റെ ക്യാരക്ടർ എഡ്വേർഡ് ഒരു പർവ്വതാരോഹകനാണ്, അറിയാമല്ലോ. നേപ്പാളിൽ വർഷങ്ങളായിട്ടൊരു ബാർ നടത്തി സ്വസ്ഥ ജീവിതം നയിക്കുന്ന കോളിൻസ് എന്ന പിതാവിനെ വർഷങ്ങൾക്ക് ശേഷം എഡ്വേർഡ് കൺഫ്രണ്ട് ചെയ്യുന്ന സന്ദർഭമാണ്. വർഷങ്ങളായിട്ട് അമർത്തി വെച്ചിരിക്കുന്ന ഒരു പകയും വിദ്വേഷവും എല്ലാം കൂടെ കടിച്ചു പിടിച്ചിട്ടുള്ള ഒരു സംഭാഷണ രംഗമാണ് നിങ്ങളത്. ഈ സീനാണ് ഇപ്പോൾ എടുക്കുന്നത്? ഇതല്ലല്ലോ ആ സീനല്ല ആദ്യം എടുക്കുന്നത്. കോയി സാറിൻ്റെ സ്വഭാവം അറിയാമല്ലോ, മൂടനുസരിച്ച് മാറും. ഇടയ്ക്ക് വെച്ച് സീൻ എടുക്കുന്നതിൽ ഡേവിഡിന് പരാതിയൊന്നുമില്ലല്ലോ അല്ലേ? സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര എന്താ കുഴപ്പം? എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. കുട്ടിയുടെ വന്നോ? എപ്പോഴേ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിരിക്കുമല്ലോ, ഒന്ന് സ്പീഡാക്കിയേക്കണം. ഓ മോനെ പടപടയെ നിന്നോളെ, പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടു. ചീഫ് അസോസിയേറ്റ് അല്ലേ? എന്നാ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കയറ്റിയാൽ മതി. ഇങ്ങനൊന്നും അനാവശ്യമായിട്ടുള്ള റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ഈ പെൺകുട്ടി റോസ്ലിൻ, ബേസിക്കലി ഷീസ് ആൻ ഏലിയൻ. അവള് വരുന്ന UFO ഒരു കംപ്ലൈന്റ് ആയിട്ട് ശ്രീകുട്ട, UFO ഏലിയൻ ഇവിടെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു സബ്ജക്ട് നോക്കുന്നല്ലേ ബെറ്റർ. അല്ല ഹലോ, ഓൾ ഗുഡ്? ഓൾ ഗുഡ്. I'll come back. പുതിയ GLS എടുത്തല്ലേ? ആ ബെൻസ് ഉഗ്രം വണ്ടിയാ, കേരളത്തിലെ ഫസ്റ്റ് കാർ എൻ്റെ ആയിരുന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സബ്ജക്ട്. കുട്ടാ, നമുക്കൊന്ന് നോക്കിയാലോ? അനേ പൊസിഷൻ. എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്നല്ലേ? ശരിയാക്കി കൊടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ. ഇവിടെ ആ മാർക്കില് ഓക്കേ സർ, മനസ്സിലായി. അവനെല്ലാം അറിയാം. ആരെങ്കിലും അയാളെ ഒന്ന് മാർക്കൊന്ന് കാണിച്ചു കൊടുക്ക. ഓക്കെ ഓക്കെ. ഡേവിഡ് സർ, ഡേവിഡ് സർ, ഡേവിഡ് സർ, ഇത് പോസ്റ്റ്. നമ്മളൊന്ന് നോക്കാം. ടേക്ക് ഓൺ സർ. നോക്കിയിട്ട് പോയാൽ മതി. ഓക്കെ ഓക്കെ. Feel the emotion and action. Bol beta. It seems you were looking for me.
तेरा इरादा बताओ हम तुम्हारे कैसे मदद कर सकते हैं എനിക്ക് എവറസ്റ്റ് കയറണം. हाँ അതിനെന്താ കയറിക്കോ എനിക്ക് ഒറ്റയ്ക്കല്ല കയറേണ്ടത്. ഏത് സീസണിലും ഹിമാലയം മുട്ടുമടക്കുന്ന താനെന്താണ് മെഡിക്കൽ റപ്പോ? ഫീൽ എവിടെ? Get into it. Sink it. ഓക്കെ സർ. റെഡി റെഡി. Action. बोल बेटा इट सीम्स यू आर लुकिंग फॉर मी तेरा इरादा बताओ हम तुम्हारे कैसे मदद कर सकते हैं എനിക്ക് എവറസ്റ്റ് കയറണം. Cut. മഞ്ഞിന്റെ അണ്ടി. നിങ്ങൾ അങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ കൊതമേ കാണത്തുള്ളൂ. പ്രൊഫൈലായിട്ട് നിൽക്ക്. ഓക്കെ സർ. ഓക്കെ. ഉടക്കി കൊടുക്കണേ. ആക്ഷൻ. बोल बेटा सीम्स यू आर लुकिंग फॉर मी तेरा इरादा बताओ हम तुम्हें कैसे मदद कर सकते हैं എനിക്ക് എവറസ്റ്റ് കയറണം. ഇയാളെന്ന മരമാണ്. ഫീൽ ഇറ്റ്. ഒരു കാര്യം തന്നെ ഡയലോഗ് തുടങ്ങിയാൽ മതി. ആക്ഷൻ. എനിക്ക് എവറസ്റ്റ് കയറണം. ഓപ്പ്. ജയ ഇയാൾ ഈ ബാലോട്ട് എൻ്റർ ചെയ്യുന്നില്ലേ, ആ ബ്ലോക്ക് വെച്ച് പിടിക്കും. എന്നാലേ ഇയാൾക്ക് ഈ ക്യാരക്ടറിന്റെ അകത്തോട്ട് കയറാനെങ്കിലും പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് സാർ, വൈകുന്നേരം വരെ കൂട്ടട്ടം വർക്കില്ല, അത് വെറുതെ ഇരിക്കേണ്ടി വരും. നിവൃത്തിയില്ല ജയൻ. ഞാൻ പറഞ്ഞോ സോറി. സെറ്റപ്പ്. It's okay da these things happen ജയ എന്തോ അയാളുടെ എന്റെ പുറകെ വരണ്ടെന്ന് പറ. ഞാൻ ആകെ വട്ടളകി നിൽക്കണം. ഇവിടെ എങ്ങോട്ടാ? എനിക്ക് പുള്ളിയോടൊന്ന് സംസാരിക്കണം. ആറ്റം ബോംബിന്റെ മൂട്ടി പോയിട്ട് വെള്ളം ഒഴിച്ചിട്ട് എല്ലാത്തിനാണോ സംസാരിക്കണം. വാട്ട്സ് ദ പ്രോബ്ലം യങ് മാൻ? എനിക്ക് സംസാരിക്കണം. യു ടെൽ മീ. തനിക്ക് എന്താ അറിയേണ്ടത്? എന്താ സാർ ഞാൻ ചെയ്തതിൽ പ്രശ്നം? പ്രശ്നോ? യു ബ്ലഡി ഡോണ്ട് ഗെറ്റ് ഇറ്റ്? എടോ, ഒരു മകൻ ലൈഫിൽ ആദ്യമായിട്ട് അവന്റെ അച്ഛനെ കാണും. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അമർഷം, വേദന, ഇതെല്ലാം പുകഞ്ഞ് കത്തുകൊണ്ടൊരു മൊമെന്റ്. അവിടെ ഈ മരപ്പാട് വന്ന് പറയാം, എനിക്ക് മല കയറണം. മലയല്ല, കൊല. ഞാനിങ്ങനെ ഒന്നല്ല പറഞ്ഞത്. എന്റെ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്കത് ഓക്കെ ആയിരുന്നു. എനിക്ക് ഓക്കെ അല്ല. ഇത് എന്റെ സിനിമയാണ്. ഞാനാണ് ഒരു ഡയറക്ടർ. ഞാൻ തീരുമാനിക്കും ഇവിടെ എന്താ ശരിയെന്ന്. അധിക പ്രസംഗി. Get out! Get out! Get out! Get out! എത്രയോടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള പടങ്ങൾ മതി. ഇമാതിരി കോതൽ പരിപാടി ഇനി വേണ്ട. ഒരു ആക്ടറിനെ കംഫർട്ടബിൾ ആക്കി നിർത്താൻ പറ്റാത്ത ഇയാൾക്ക് എവിടത്തെ ഡയറക്ടറാണ്? ഇയാളെന്ന് ജന്മിയ ഒരുമാതിരി ഫ്യൂഡൽ സെറ്റപ്പ്. അതൊക്കെ പണ്ട്. സിനിമ മാറി. ആരെങ്കിലും പറഞ്ഞു കൊടുക്ക്. കുറെ പ്രായമല്ലോ ബോസിനായിട്ട് വെക്കാൻ. വയ്യാത്ത പണികൾ കണ്ട് വീട്ടിലെല്ലാം പോയിരുന്നോളെ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ കുറെ കിഴവന്മാരിറങ്ങിയിട്ടുണ്ട്. കേട്ടോ ഇതെടാ.